നമസ്കാരം. ജനം ടിവിയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാഞ്ചജന്യം ഭാരതവും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശ്രീരാമസാഗരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രാമായണത്തിലെ അഗസ്ത്യസ്തുതി ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും ധർമ്മനിഷ്ഠയുടെയും മഹത്തായ സന്ദേശമാണ്. വനവാസകാലത്ത് ശ്രീരാമൻ മഹർഷി അഗസ്ത്യനെ സന്ദർശിക്കുമ്പോൾ അഗസ്ത്യമുനി രാമന്റെ ദിവ്യസ്വരൂപം തിരിച്ചറിഞ്ഞ് സ്തുതിക്കുന്നു. രാമൻ വെറും അയോധ്യയുടെ രാജകുമാരനല്ല, ലോകക്ഷേമത്തിനായി അവതരിച്ച പരമാത്മാവാണെന്നും ധർമ്മസ്ഥാപനത്തിനായാണ് അദ്ദേഹത്തിന്റെ അവതാരമെന്നും അഗസ്ത്യൻ പ്രഖ്യാപിക്കുന്നു. രാമ, നീ അയോധ്യയുടെ രാജകുമാരനല്ല, ലോകക്ഷേമത്തിനായി അവതരിച്ച പരമാത്മാവാണ്. ഈ സ്തുതിയിലൂടെ ഭക്തിയുടെ മഹിമയും ഗുരുവിന്റെ ദർശനത്തിന്റെ പ്രാധാന്യവും ദൈവസ്മരണയുടെ ആത്മീയ ശക്തിയും തെളിയിക്കുന്നു. അഗസ്ത്യസ്തുതി രാമായണത്തിൽ ഭക്തിയും ജ്ഞാനവും ഒരുമിക്കുന്ന അപൂർവ സന്ദർഭമായി കണക്കാക്കപ്പെടുന്നു. ശ്രീമദ് അധ്യാത്മ രാമായണത്തിൽ ഇന്ന് ആരണ്യകാണ്ഡം അഗസ്ത്യസ്തുതി പാരായണം ചെയ്യുന്നത് ശ്രീകുമാർ ദക്ഷിണേശ്വരൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു നൂനം, ദേവകളോടും കമലാസനനോടും ഭവാൻ. ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു, ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവൻ എന്നു തന്നെ. സാരസാനന സകലേശ്വരദയാനിധേ, ഞാൻ അന്നു തുടങ്ങി വന്നിവിടവാണിയിടിനേൻ. ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്കു മുന്നമേകനായ ആനന്ദനായി, ലോകകാരണൻ വികൽപ്പോപാധി വിരഹിതൻ, തന്നുടമായ തനിക്കാശ്രയഭൂതയായി, തന്നുട ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽ ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം. ദിവ്യമാം അവ്യാകൃതമെന്നുപനിഷത്വശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും. മായാതീതന്മാരെല്ലാം സംസൃതിയെന്നും ചൊല്ലും. വിദ്വാൻമാരവിദ്യയെന്നും പറയുന്നുവല്ലോ, ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊൽവൂ. നിന്നുട നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ. മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹത്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും. താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമി പൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ
സാത്വികത്തിങ്കൽ നിന്നു മനസ്സും ഉണ്ടായി വന്നു. സൂത്രരൂപകം ലിംഗമിവറ്റിൽ നിന്നുണ്ടായി. സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാൾ പുമാനുണ്ടായതെന്നു കേൾപ്പൂ. അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചര ലോകങ്ങളാകുന്നതും. ദേവമാനുഷതിര്യഗ്യോനിജാതികൾ ബഹുസ്ഥാവര ജംഗമൗഖപൂർണമായുണ്ടായി വന്നു. ത്വന്മായ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണു താനും രുദ്രനുമുണ്ടായി വന്നു. ലോക സൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാതാ നാഭിയിൽ നിന്നുണ്ടായി. സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും. ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ. നിവൃത്തൻ നിത്യനേകനവ്യയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ. മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. രാമായണം ഒരു ഇതിഹാസം മാത്രമല്ല, ജീവിതത്തെ നയിക്കുന്ന അനവധി സന്ദേശങ്ങളുടെ കലവറ കൂടിയാണ്. ധർമ്മം എത്ര കഠിനമായാലും അത് കൈവിടരുത് എന്ന സന്ദേശം ശ്രീരാമൻ പകർന്നു തരുന്നു. ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ നശിപ്പിക്കുന്നവനെ ധർമ്മം തന്നെ നശിപ്പിക്കുന്നു. ധർമ്മത്തെ സംരക്ഷിക്കുന്നവനെ ധർമ്മം സംരക്ഷിക്കുന്നു. അതിനാൽ ധർമ്മത്തെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അഹങ്കാരവും അധികാരമോഹവും എത്ര ശക്തനായവനെയും നാശത്തിലേക്ക് നയിക്കുമെന്ന് രാവണന്റെ പതനം ഓർമ്മിപ്പിക്കുന്നു. ആയതിനാൽ രാമായണത്തിലെ ഓരോ സംഭവവും മനുഷ്യജീവിതത്തെ ധാർമ്മികതയിലേക്കും സത്യത്തിലേക്കും നയിക്കുന്ന കാലാതീതമായ സന്ദേശങ്ങളാണ്. രാമായണത്തിലെ ഗുപ്ത സന്ദേശങ്ങൾ പ്രഭാഷകനായ കീഴില്ലം പ്രഭാകരൻ നായരുടെ വാക്കുകളിലേക്ക്. കാണാം രാമാമൃതം. നമസ്കാരം. നമ്മൾ സാധാരണ രാമായണം തുടങ്ങിയ ഇതിഹാസങ്ങൾ ഒരു ഭക്തിയുടെ രസത്തിലാണ് പലരും വ്യാഖ്യാനിക്കാറുള്ളത്. നമുക്ക് ഒന്ന് വ്യത്യസ്ത തലത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയാലോ. നമ്മുടെ ഇതിഹാസങ്ങൾക്ക് മഹർഷിമാർ കൊടുത്തിരിക്കുന്നത് 3 അർത്ഥങ്ങളുണ്ട് അതിനകത്ത്. ഒന്ന് വാച്യാർത്ഥവും, വേറൊന്ന് വ്യംഗ്യാർത്ഥവും, വേറൊന്ന് ലക്ഷ്യാർത്ഥവും. ഇതിൽ വാച്യാർത്ഥം മാത്രം എടുത്താണ് പലരും മോക്ഷം കിട്ടും എന്ന രീതിയിലാണ് രാമായണ പാരായണം നടത്തുന്നത്. പക്ഷേ അത് മാത്രമല്ല, അതിനകത്ത് ഗൂഢമായി ഒളിപ്പിച്ചിരിക്കുന്ന ചില സന്ദേശങ്ങളുണ്ട്. അതുകൂടി മനസ്സിലാക്കിയാലേ നമുക്ക് ജീവിതം ധന്യമാക്കാൻ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് ആ രീതിയിലൊന്ന് വിശകലനം ചെയ്യാം. എന്താണ് രാമായണം? പലരും പറയും രാമൻ്റെ അയനം. അയനം എന്ന് വെച്ചാൽ യാത്ര. അപ്പോൾ രാമൻ്റെ അയനമാണ് രാമായണം എന്ന് പറയും. അത് വാച്യാർത്ഥമാണ്. ഇനി നമുക്ക് ഇതിന് വ്യംഗ്യാർത്ഥം എടുത്തു കഴിഞ്ഞാൽ രായിൽ നിന്നും മായിലേക്കുള്ള അയനമാണ്. എന്താണ് രാ? രാ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീയാണ്. തീയിന് ചൂടും പുകയും പൊള്ളലും ഉണ്ടാവും, പ്രകാശമുണ്ട്. നേരെ മറിച്ച് മാ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. ചന്ദ്രന് ചൂടുമില്ല പുകയുമില്ല, നല്ല പ്രകാശമുണ്ട്, ശീതളമയാണ്. ഇവിടെ നിന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ഇതിനെ ഈ ജീവിതത്തിലെ നമ്മൾ തരണം ചെയ്ത് മായിലേക്ക് എത്തിച്ചേരണം. ഇതാണ് ശ്രീരാമൻ ചെയ്തതും. രാമൻ എന്ന പദത്തിന് തന്നെ അർത്ഥം ഇത് തന്നെയാണ്. രായിൽ നിന്നും മായിലേക്ക് എത്തിച്ചേർക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ഈ രാമായണത്തിൽ രായിൽ നിന്നും മായിലേക്കുള്ള യാത്രയാണ് രാമായണം എന്ന് പറഞ്ഞല്ലോ. ശ്രീരാമൻ ആദ്യം ജനിച്ചു വീഴുമ്പോൾ മുതൽ അദ്ദേഹത്തിന് മനുഷ്യസഹജമായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. അതിനെയെല്ലാം
അദ്ദേഹം തരണം ചെയ്ത് മുൻപോട്ട് പോയി. ഇത് തന്നെയാണ് നമുക്കും ചെയ്യേണ്ടത്. അങ്ങനെ മുൻപോട്ട് പോയി അവസാനം അദ്ദേഹം ലക്ഷ്യസ്ഥാനം നേടിയതിന് ശേഷം ആണ് അദ്ദേഹം തിരിച്ചെത്തിയത്. ഇതാണ് രായിൽ നിന്നും മായിലേക്കുള്ള അയനം. ഇനി അതിന് ഉപോത്ബലകമായിട്ടുള്ള പല വിഷയങ്ങളും നമുക്ക് നോക്കാം. എന്താണ് ദശരഥൻ? ഇവിടെ ഒന്ന് പറയേണ്ടത്, രാമായണത്തിലെ 2 വ്യത്യസ്ത കഥാപാത്രങ്ങളാണ്. അവർ തമ്മിലുള്ള കോമ്പറ്റീഷനാണ് നടക്കുന്ന മുഴുവൻ. ഒന്ന് ദശരഥനും മറ്റൊന്ന് ദശമുഖനും. ദശരഥൻ എന്ന് പറഞ്ഞാൽ പലരും പറയും, നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് 10 ദിക്കിലേക്കും ഒന്നിച്ച് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവൻ എന്നാണ്. നേരെ മറിച്ച് ദശരഥൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചകർമ്മേന്ദ്രിയങ്ങളെയും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെയും കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ച് നിർത്തുന്നവനാണ്, രാജാവാണ് ദശരഥൻ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നേമി എന്നായിരുന്നു. ശ്രീരാമൻ ജനിച്ചതിന് ശേഷം ഓരോ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് മുന്നോട്ട് പോയി എന്ന് പറഞ്ഞല്ലോ. അവിടെ നിന്ന് അദ്ദേഹം പോയത് ഓരോരോ മഹർഷിമാരുടെ അടുക്കലും ചെന്ന് അദ്ദേഹം അവരോട് അഭിപ്രായം ചോദിച്ച് അവരിൽ നിന്നും പാഠം പഠിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സിദ്ധാശ്രമത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് ദിവ്യാസ്ത്രങ്ങൾ എല്ലാം മനസ്സിലായി കിട്ടിയത്. അവിടെ നിന്നും അദ്ദേഹം മുൻപോട്ട് തിരിച്ച് ലങ്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആണ് രാവണനുമായിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായത്. ഈ രാവണനാകട്ടെ ഓരോന്നും പിടിച്ചാണ് അദ്ദേഹം വാങ്ങിക്കൊണ്ടിരുന്നത്. തപസ് ചെയ്തിട്ടും ഈശ്വരൻ പ്രത്യക്ഷമായില്ല എന്ന് കണ്ട് അതിനെ പിടിച്ചെടുത്ത് ആണ് ചന്ദ്രഹാസവും ഈ അനുഗ്രഹങ്ങളും എല്ലാം മേടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് നിലനിൽക്കാതെ പോകാനും കാരണം. നമുക്ക് ഒരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടത്, ഏതൊരു മനുഷ്യനും ഉയർച്ച പോലെ തന്നെ താഴോട്ടും വരുന്ന ഒരു സന്ദർഭമുണ്ട്. ശ്രീരാമൻ രാവണവധത്തിന് ശേഷം നാട്ടിലെത്തി സ്വസ്ഥമായ രാജ്യം ഭരിച്ചു എന്നുണ്ടെങ്കിലും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നേരെ കീഴ്പോട്ടുള്ള ഇറക്കമാണ് പിന്നെ ഉണ്ടാകുന്നത്. ഇത് എല്ലാവർക്കും നടക്കുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം ചെയ്ത പ്രവൃത്തികളെല്ലാം അദ്ദേഹത്തിൻ്റെ രീതിയിൽ ചിന്തിച്ചാൽ അത് ശരിയാണെങ്കിലും ജനങ്ങൾക്ക് അത് തെറ്റായിട്ടാണ് അനുഭവപ്പെട്ടത്. ഇതേ രീതിയിൽ പക്ഷേ അദ്ദേഹം അതും സ്വന്തം പ്രവർത്തികൾ, ചെയ്യേണ്ട കർമ്മങ്ങൾ അദ്ദേഹം സമചിത്തതയോട് ചെയ്ത് ലക്ഷ്മണനെ ഉപേക്ഷിക്കുക പോലും ചെയ്തതിന് ശേഷം അദ്ദേഹം സമചിത്തതയോടു കൂടിയാണ് തൻ്റെ ജീവിതം സരയൂ നദിയിൽ അവസാനിപ്പിച്ചത്. ഇതാണ് ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പാഠം. ഉയർന്നു പോകുന്നത് മാത്രമല്ല, അതുപോലെ കീഴ്പോട്ട് ഇറങ്ങുമ്പോഴും നമ്മൾ സമചിത്തതയോടെ മുൻപോട്ട് പോകണം എന്നാണ് ഈ ഇതിഹാസങ്ങൾ നമ്മളെ ഉപദേശിക്കുന്നത്. ഹരി മണ തുമ്ഹി ഗോവിന്ദ മണ തുമ്ഹി എന്ന ഭജൻ മനുഷ്യന്റെ മനസ്സിനെ ശ്രീ ഗോവിന്ദന്റെ തിരുവടികളിലേക്ക് നയിക്കുന്ന അതിമനോഹരമായ ഒരു ഭജനാണ്. ലോകത്തിന്റെ ക്ഷണികമായ സുഖങ്ങളിലും ദുഃഖങ്ങളിലും അകപ്പെട്ടു പോകാതെ നിത്യസത്യമായ ഭഗവാനെ സ്മരിക്കാനും നാമജപത്തിലൂടെ ആത്മശാന്തി കൈവരിക്കാനുമാണ് ഈ ഭജൻ നമ്മെ പ്രചോദിപ്പിക്കുന്നത്. ലളിതമായ വരികളും ഹൃദയസ്പർശിയായ ഈണവും ചേർന്ന് ഭക്തിയുടെ മാധുര്യം ശ്രോതാക്കളുടെ ഹൃദയത്തിലേക്ക് പകരുന്നു. ഇനി ഭഗവാൻ ഗോവിന്ദന്റെ മഹിമ പാടുന്ന ഈ മനോഹരമായ ഭജൻ നമുക്ക് ആസ്വദിക്കാം. കാണാം രാമാനന്ദം. गोपाल मना तुम्हें नारायण
ചോര പീതാംബരധര ഗോവിന്ദ ഹരി മണ തുമി ഗോവിന്ദ മണ തുമി ഗോപാല മണ തുമി നാരായണ ഗോവിന്ദ ഗോപാല ഹരി നാരായണ ഗോവിന്ദ ഗോപാല ഹരി നാരായണ ഗോവിന്ദ ഗോപാല ഹരി നാരായണ ഗോവിന്ദ ഗോപാല ഹരി നാരായണ. ദണ്ഡകാരണ്യത്തിലെ പഞ്ചവടിയിൽ ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും വനവാസം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാവണന്റെ സഹോദരിയായ ശൂർപ്പണഖ അവിടെ എത്തുന്നത്. ശ്രീരാമന്റെ അപൂർവ സൗന്ദര്യത്തിലും തേജസ്സിലും ആകൃഷ്ടയായ അവൾ വിവാഹാഭ്യർത്ഥന നടത്തുന്നു. എന്നാൽ ഏകപത്നി വ്രതനായ ശ്രീരാമൻ ഈ അഭ്യർത്ഥന നിരസിക്കുന്നു. ഈ സംഭവത്തിൽ നിന്നാണ് രാമരാവണ യുദ്ധത്തിന് കാരണമാകുന്ന സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.